കഴിഞ്ഞ ക്ലാസ്സിൽ റഫീഖ് സാർ യൂണിറ്റ് 12 കുറച്ച് ഭാഗം പറഞ്ഞു. ഫസ്റ്റ് പോർഷനോ സെക്കൻഡ് ഏതൊരു പോർഷൻ പറഞ്ഞിട്ടുണ്ട്, പോസിറ്റീവ് പാരന്റിങ്ങും. ഇനി അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ് യൂണിറ്റ് 12 പോസിറ്റീവ് സ്കൂളിംഗ്. അത് ഐശ്വര്യ മാം ഹാൻഡിൽ ചെയ്യുന്നതായിരിക്കും. ഇത് കഴിഞ്ഞിട്ട് മാമിന് വേറൊരു ക്ലാസ് ഉണ്ട്, അത് മറ്റൊരു ദിവസം നമുക്ക് ചെയ്യാം. ഓക്കെ മാം, അത് മൈൻഡ്ഫുൾനെസ് ആൻഡ് ഫ്ലോ അല്ലേ മാം? മറ്റേത് മൈൻഡ്ഫുൾനെസ് ഉണ്ട്. പിന്നെ ഇതിന്റെ ഒരു ചെറിയ പോർഷൻ പെൻഡിങ് വരും. ഇതിനൊരു പെർമ മോഡൽ ഉണ്ട്, അത് ഭയങ്കര ഇമ്പോർട്ടന്റ് പോർഷൻ, പക്ഷെ അത് ലാസ്റ്റിലേക്കാ വരുന്നത്. അപ്പൊ ആ ഒരു പോർഷനും പിന്നെ മറ്റേ ചാപ്റ്ററും കൂടെ ഒരുമിച്ച് ഇനിയിപ്പോ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഈ വീക്കോ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലായിട്ട് തന്നെ അത് കവർ ചെയ്യാൻ പറ്റും. അല്ല മാമിന് സൗകര്യം ഉണ്ടാകുന്ന ദിവസം പറഞ്ഞാൽ മതി, ഇനി നമുക്ക് നോക്കാം നിങ്ങളെ സൗകര്യം പോലെ. ഓക്കെ, എല്ലാവരെയും പ്രോഗ്രാമിക്ക് വെൽക്കം ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് മാം, കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ. അപ്പം നമുക്ക് ഈ ചാപ്റ്ററിൽ പോസിറ്റീവ് സ്കൂളിംഗ് ആൻഡ് പോസിറ്റീവ് പാരന്റിംഗ് ആണ്. അതിൽ പോസിറ്റീവ് പാരന്റിംഗ് നമുക്ക് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു. അപ്പം ഈ പോസിറ്റീവ് സ്കൂളിംഗിൽ വരുന്നത് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് പോസിറ്റീവ് സ്കൂളിംഗ്, പിന്നെ അതിന്റെ ഫാക്ടേഴ്സ് ഉണ്ട്, അതിന്റെ 3 ഡയമെൻഷൻസ് ഉണ്ട്. അപ്പം ഫിസിക്കൽ ഡയമെൻഷൻ, സൈക്കോളജിക്കൽ ഡയമെൻഷൻ, പിന്നെ ഒരു സോഷ്യോ ഇമോഷണൽ ഡയമെൻഷൻ ഉണ്ട്. അതിനുശേഷം ഒരു ഹോൾ സ്കൂൾ അപ്രോച്ച് എന്നുള്ള ഒരു ടോപ്പിക് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് എന്താണ് പോസിറ്റീവ് സ്കൂളിങ്ങും അതുപോലെ പോസിറ്റീവ് എഡ്യൂക്കേഷനും തമ്മിലുള്ള ഡിഫറൻസിനെ പറ്റിയിട്ടാണ് പിന്നെ അവരവിടെ മെൻഷൻ ചെയ്യുന്നത്. ആഫ്റ്റർ ദാറ്റ് ഇന്ത്യൻ കോൺട്രിബ്യൂഷനിലേക്ക് അല്ലെ ഇന്ത്യൻ കോണിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ചലഞ്ചസ് ആണ് ഫേസ് ചെയ്യുന്നത്, ഒരു പോസിറ്റീവ് സ്കൂളിംഗ് കോൺസെപ്റ്റ് കൊണ്ടുവരുമ്പം എന്തൊക്കെ ചലഞ്ചസ് ആണ് ഫേസ് ചെയ്യണമെന്നുള്ളൊരു ടോപ്പിക് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഇത് പ്രാക്ടിക്കൽ ആയിട്ട് സ്കൂളിങ്ങിൽ അപ്ലൈ ചെയ്യുക, അതിന്റെ ഒരു പ്രാക്ടിക്കൽ വശം കൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു എക്സ്പെരിമെന്റൽ ബേസിൽ മൊത്തമായിട്ട് കുറച്ച് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത കുറച്ച് പ്രൊജക്ട്സിനെ പറ്റിയിട്ടും കൂടെ മെൻഷൻ ചെയ്തിട്ടാണ് ഈ പോസിറ്റീവ് സ്കൂളിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള പോർഷൻ എൻഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പോസിറ്റീവ് പാരന്റിങ് വരുന്നത്. അതിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പാരന്റിങ് സ്റ്റൈല്, അത് സാർ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. അതോറിറ്റേറ്റീവ് പാരന്റിങ്, പെർമിസീവ് പാരന്റിങ്, നെഗ്ലിജന്റ് പാരന്റ്സ് ആൻഡ് അതോറിറ്റേറിയൻ പാരന്റ്. ഓക്കെ, ആ ഒരു ടൈപ്പ് ഓഫ് പാരന്റിങ്ങിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ടോപ്പിക് അതിൽ വരുന്നതാണ് മൈൻഡ്ഫുൾനെസ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുന്ന സമയത്ത് പോസിറ്റീവ് സ്കൂളിങ്ങും അതുപോലെ പോസിറ്റീവ് എഡ്യൂക്കേഷനും തമ്മിലുള്ള ഡിഫറൻസസ് ഒക്കെയാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഓക്കെ, പണ്ട് കാലത്തൊന്നും ഈ ഒരു പോസിറ്റീവ് സ്കൂളിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ് അത്ര പോപ്പുലർ ആയിരുന്നില്ല. ഒരു 2008 അല്ലെങ്കിൽ ഒരു 2000 ശേഷമാണ് ഈ പോസിറ്റീവ് സ്കൂളിംഗ് അല്ലെങ്കിൽ പോസിറ്റീവ് സൈക്കോളജി തന്നെ നമ്മുടെ ഒരു സമൂഹത്തിൽ അതിനൊരു ഇമ്പോർട്ടൻസ് വന്നു തുടങ്ങിയത്. ഓക്കെ, അപ്പൊ അതിന്റെ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ, ഇതിന് മുന്നേ ഉണ്ടായിരുന്ന നമ്മുടെ കോൺസെപ്റ്റുകളുണ്ട്. ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു ഹ്യൂമൻ ബീയിങ്ങിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെങ്കിൽ കുറച്ച് ഫാക്ടേഴ്സ് വേണം. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു മണി, പിന്നെ ഹോം, അങ്ങനെ കുറച്ച് എഡ്യൂക്കേഷൻ, അങ്ങനെ കുറച്ച് കോൺസെപ്റ്റ്സ് അവിടെ ഉണ്ടായിരുന്നു. ആ കോൺസെപ്റ്റ്സ് ഫിൽ ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഓക്കെ, പക്ഷെ ആ കോൺസെപ്റ്റ്സിന്റെ ക്രൈറ്റീരിയാസ് ഈ വർഷങ്ങൾ പോകുന്തോറും ചേഞ്ച് ചെയ്ത് വന്നു. ഒരു 2000 ഒക്കെ ആയപ്പോഴേക്കും അതില് മൈൻഡിനും നമ്മുടെ ഒരു പീസിനും മെന്റൽ പീസിനും ഒക്കെ ഒരു ഇമ്പോർട്ടൻസ് വന്നു. ഓക്കെ, അതുവരെ ഉണ്ടായിരുന്ന നീഡ്സ് അല്ല, മൈൻഡിന്റെ പീസും നമ്മുടെ ഹാപ്പിനെസ്സും നമ്മുടെ ബിലീഫ്സും അതൊക്കെയാണ് കുറച്ചുകൂടെ ഇമ്പോർട്ടന്റ് എന്നുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഒരു തോട്ട് പ്രോസസ്സ് വരുന്ന ഈ 2000 സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ്, ഈ 2000 ഇയേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ്. അങ്ങനെയാണ് പിന്നെ 2008 പോസിറ്റീവ് സ്കൂളിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് വരുന്നത്. ഓക്കെ, അപ്പൊ ആ പോസിറ്റീവ് സ്കൂളിംഗ് അപ്രോച്ചിൽ ആദ്യത്തെ കാലത്തൊന്നും പാരന്റ്സ് കുട്ടികളുടെ എഡ്യൂക്കേഷന് മേലുള്ള അത്ര കൺസിഡറേഷനോ ഇമ്പോർട്ടൻസോ കൊടുത്തിരുന്നില്ല. അവർക്ക് പാരന്റ്സിന് പഠിച്ചാൽ മതിയായിരുന്നു, കുട്ടികൾക്ക് അവർ എഡ്യൂക്കേഷനുള്ള അല്ലെങ്കിൽ ആ ഒരു നോളജ് ഗെയിൻ ചെയ്യാനുള്ള പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ പാരന്റ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നോളജ് ഗെയിൻ ചെയ്യുന്നതിനപ്പുറം അവർ എല്ലാ വിധേനയും കൊഗ്നിറ്റീവ് ആയിട്ടും ഇമോഷണൽ ആയിട്ടും എല്ലാ വിധേനയും ഈ എല്ലാ ആസ്പെക്ട്സിലും അവർ ഫുൾഫിൽ ആവണം എന്നുള്ള ഒരു തോട്ട് വന്നു.
അതാണ് ഈ പോസിറ്റീവ് സ്കൂളിങ്ങിന്റെ ഒരു സ്റ്റാർട്ടിങ്ങിന് കാരണമായത്. ഓക്കെ, അങ്ങനെ 2008 പോസിറ്റീവ് സ്കൂളിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഈ പോസിറ്റീവ് സ്കൂളിങ്ങിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ പറഞ്ഞു. ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് പോസിറ്റീവ് സ്കൂളിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. ഓക്കെ, അപ്പം ഈ പോസിറ്റീവ് സ്കൂളിംഗ് നടക്കുന്ന സമയത്ത് അക്കാദമിക് അച്ചീവ്മെന്റ്സ് വേണം. അക്കാദമിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവിടെ കംപ്ലീറ്റ് ചെയ്യണം. സിലബസ് പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യണം. അതിൽ നിന്ന് നോളജ് ഗെയിൻ ചെയ്യണം. അത് കൂടാതെ ഒരു മോറൽ ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഒരു സെൽഫ് കെയർ, സെൽഫ് അച്ചീവ്മെന്റ്, അല്ലെങ്കിൽ ഒരു സെൽഫ് ബിലീഫ്, ഹോപ്പ്, പിന്നെ ഒരു ഗോൾ സെറ്റിങ്, ഈ പ്രോസസ്സുകളും കൂടെ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, അക്കാദമിക് അച്ചീവ്മെന്റ് മാത്രമല്ല, ബാക്കി എല്ലാ ആസ്പെക്ട്സും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വരുന്ന ബാക്കി എല്ലാ ഇമോഷണൽ ആസ്പെക്ട്സും എല്ലാ ആസ്പെക്ട്സും കവർ ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ഈ പോസിറ്റീവ് സ്കൂളിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് അവിടെ വാലിഡേറ്റഡ് ആവുന്നത്. ഓക്കെ, അപ്പം അതിൽ മെയിൻ ആയിട്ട് പറയുന്ന കുറച്ച് ഏരിയാസ് ആണ് എന്തൊക്കെയാണ് ഇത് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പം ഇതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മളൊരു കുട്ടി ജനിക്കുന്ന സമയത്ത് കാര്യങ്ങൾ ഇമിറ്റേറ്റ് ചെയ്തിട്ടും അതുപോലെ മോഡലിംഗ് ചെയ്തിട്ടും മോൾഡ് ചെയ്തിട്ടൊക്കെ കാര്യങ്ങൾ മറ്റുള്ള ആളുകളിൽ നിന്ന് ഇവർ മനസ്സിലാക്കിയെടുക്കും. നമ്മൾ പല തിയറീസും പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ പല തിയറീസും പഠിച്ച സമയത്ത് പഠിച്ചതാ, ഇമിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഒരു നോളജബിൾ പേഴ്സണെ കാണുന്ന സമയത്ത് അവരുടെ ക്യാരക്ടേഴ്സ് ഒക്കെ ഇമിറ്റേറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പം അതിന് റിവാർഡ് കൊടുക്കുകയാണെങ്കിൽ ആ ക്യാരക്ടർ കുറച്ചുകൂടെ എൻഫോഴ്സ്ഡ് ആവുകയും ഒരു പണിഷ്മെന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ ആ ക്യാരക്ടർ അവിടെ റെഡ്യൂസ് ആവുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ ആസ്പെക്ട്സും ഈ തിയറീസ് എല്ലാം ഫോക്കസ് ചെയ്യുന്നത് ഒരു കുട്ടി എഡ്യൂക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ബിഹേവിയർ അവരുടെ ഫാമിലിയിൽ നിന്ന് മാത്രമല്ല ബാക്കി വളരുന്ന സിറ്റുവേഷനിലും കൂടിയാണ് ആ ഒരു തിയറി ഇതിൽ പറയുന്നുണ്ട്, ബേസ് ചെയ്ത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഹോം കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ ഇവരുടെ സെക്കൻഡ് ഇമ്പോർട്ടന്റ് പ്ലേസ് ഏതാണ്? സ്കൂളാണ്. സോ അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഇവരുടെ ബിഹേവിയർ മോൾഡ് ചെയ്യുന്നതിലും ഇവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിലും കുറച്ചുകൂടെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഈ പോസിറ്റീവ് സ്കൂളിംഗ് കുറച്ചുകൂടെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇപ്പോഴത്തെ കാലത്ത് വരുന്നത്. ഓക്കെ, ആ പോയിന്റ്സ് അവിടെ ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്, അപ്പൊ അതൊന്ന് നോക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഈ പോസിറ്റീവ് സ്കൂളിങ്ങിന് മെയിൻ ആയിട്ടും 3 ഡയമെൻഷൻസ് ഉണ്ട്. അതിലുള്ള ഒരു ഡയമെൻഷനാണ് ഫിസിക്കൽ ഡയമെൻഷൻ, രണ്ടാമത്തെ ഡയമെൻഷനാണ് സൈക്കോളജിക്കൽ ഡയമെൻഷൻ, മൂന്നാമത്തെ ഡയമെൻഷൻ വരുന്നതാണ് സോഷ്യോ ഇമോഷണൽ ഡയമെൻഷൻ. ഓക്കെ, അപ്പൊ ഈ പോസിറ്റീവ് സ്കൂളിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഈ കോൺസെപ്റ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഈ 3 ഡയമെൻഷനും നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു കുട്ടിക്ക് പ്രോപ്പർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കണമെങ്കിൽ ആ ഒരു സ്കൂളിന്റെ അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പം അതില് പഠിക്കാനുള്ള മെറ്റീരിയൽസ് മുതൽ ഇവരുടെ ഫിസിക്കലായിട്ട് ഇവർക്ക് വേണ്ട കാര്യങ്ങൾ മൊത്തം അതിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരും. ഓക്കെ, ഇപ്പം ഗുഡ് ടോയ്ലറ്ററീസ് ആണെങ്കിലും പിന്നെ ഡ്രിങ്കിങ് വാട്ടർ ആണെങ്കിലും പിന്നെ ഗുഡ് ഫുഡ് അല്ലെങ്കിൽ ഗുഡ് ഡയറ്റ്, പിന്നെ ഇവരുടെ ഫിറ്റ്നസ്, എക്സസൈസ്, സ്ലീപ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിൽ പിന്നെ അവരുടെ മോട്ടോർ സ്കിൽസും ഈ ബോഡീനെ അവൈക്ക് ചെയ്യുന്ന എല്ലാ ക്യാരക്ടേഴ്സും ഫിറ്റ്നസും കാര്യങ്ങളെല്ലാം ഈ ഫിസിക്കൽ ഡയമെൻഷനിലാണ് ഇൻക്ലൂഡ് ആവുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം മെയിൻ ആയിട്ട് വരുന്നത് അതിൽ ഫിസിക്കൽ ഡയമെൻഷൻ ആണ്. ഈ ഫിസിക്കൽ ഡയമെൻഷൻ ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ അതിൽ സെക്കൻഡ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് സൈക്കോളജിക്കൽ ഡയമെൻഷൻ. പക്ഷെ ഇതിൽ ബേസിക് ആയിട്ട് വരുന്നത് ഫിസിക്കൽ ഡയമെൻഷൻ ആണ്. കാരണം ഇതിലാണ് ഈ സ്കൂളിന്റെ ഇൻഫ്രാസ്ട്രക്ചറും ബാക്കിയുള്ള എല്ലാ ഫെസിലിറ്റീസും കാര്യങ്ങളും പിന്നെ ഈ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഉള്ള അവരുടെ ഫിസിക്കൽ ഫിറ്റ്നസും പിന്നെ സ്ലീപ്പും എല്ലാ കാര്യങ്ങളും വരുന്നത്. ഓക്കെ, പിന്നെ സെക്കൻഡ് ഡയമെൻഷൻ ആണ് സൈക്കോളജിക്കൽ ഡയമെൻഷൻ. ഈ സൈക്കോളജിക്കൽ ഡയമെൻഷനിൽ വരുന്നത് ഈ കുട്ടിയുടെ ഇന്നർ തോട്ട്സ്, അവരുടെ കപ്പാസിറ്റീസ്, അവരുടെ ഇമോഷൻസ്. ഈ ഇമോഷൻസിന് ചിലപ്പോൾ തോട്ട് പ്രോസസ് അവർക്ക് ഡിമോട്ടിവേറ്റഡ് ആയിട്ടുള്ള കുട്ടികളുണ്ടാവും. അപ്പൊ ആ ഒരു പ്രോസസ്സിലെല്ലാം ഈ സൈക്കോളജിക്കൽ ഡയമെൻഷൻ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പൊ അതിനുള്ള ഒരു ഫെസിലിറ്റിയും കൂടെ, ഇപ്പൊ ഡിമോട്ടിവേറ്റഡ് ആവുന്ന കുട്ടികളാണെങ്കിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യാനും അവർക്ക് സപ്പോർട്ട് കൊടുക്കാനുള്ള ഒരു ഫെസിലിറ്റിയും കൂടെ സ്കൂളിൽ വേണം. അതുപോലെ ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികൾ ഉണ്ടായിരിക്കും, ചില ഡിസോർഡേഴ്സ് ഉള്ള കുട്ടികൾ ഉണ്ടായിരിക്കും. അപ്പൊ അവരൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാനും മോട്ടിവേറ്റ് ചെയ്യാനും അവരെ സപ്പോർട്ട് ചെയ്യാനും അവർക്കുള്ള കുറവുകൾ മനസ്സിലാക്കി അത് അവിടെ കോപ്പപ്പ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസും കൂടെ നമ്മൾ ഇവിടെ ആഡ് ചെയ്യണം.
ഇതിൽ വേണമെങ്കിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഈ ആൻസൈറ്റി, ടെൻഷൻ, ഡിപ്രഷൻ ഈ കാര്യങ്ങളൊക്കെ വരുന്നത് സൈക്കോളജിക്കൽ ഡയമെൻഷനിലാണ്. അപ്പൊ അങ്ങനെ ഉണ്ടാവുന്ന ഇഷ്യൂസ് മൊത്തം ഈ സൈക്കോളജിക്കൽ ഡയമെൻഷനിലാണ് കവർ ചെയ്യപ്പെടുന്നത്. ഓക്കെ. പിന്നെ ഇവരുടെ സെൽഫ് എസ്റ്റീം, മോട്ടിവേഷൻ, ഇവരുടെ റീസണിങ് സ്കില്ല്, ലേണിംഗ്, പെർസെപ്ഷൻ ഈ കാര്യങ്ങളും കൂടെ ഇവിടെ കവർ ആവുന്നുണ്ട്. അതുകൂടെ ഒന്ന് നോക്കാം. പിന്നെ ഈ മെന്റൽ ഹെൽത്തിന് മെയിൻ ആയിട്ട് ഇഷ്യൂസ് പറയുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസൈറ്റിയും ഡിപ്രഷനുമാണ്. പിന്നെ ഈ സ്ട്രെസ് മാനേജ് ചെയ്യാനുള്ള പ്രോസസ്സും അതിനുള്ള ഹെൽപ്പും സപ്പോർട്ട്സും എല്ലാം ഈ ഒരു സൈക്കോളജിക്കൽ ഡയമെൻഷനിൽ ഇൻക്ലൂഡഡ് ആവും. നെക്സ്റ്റ് വരുന്നതാണ് സോഷ്യോ ഇമോഷണൽ ഡയമെൻഷൻ. ഈ സോഷ്യോ ഇമോഷണൽ ഡയമെൻഷൻ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇത് അവരുടെ സോഷ്യൽ സ്കില്ലാണ്. ഒരു സോഷ്യൽ സിറ്റുവേഷനിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അവിടെ അവരുടേതായ ഒരു അട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ എക്സ്പോസ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് ഈ സോഷ്യോ ഇമോഷണൽ ഡയമെൻഷനിൽ വരുന്നത്. ഇന്റർപേഴ്സണൽ സ്കിൽസ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഇവരുടെ ഇമോഷണൽ ഇന്റലിജൻസ്, ഇവരുടെ ഒരു പ്രോബ്ലത്തിന്, ഒരു സൊസൈറ്റിയിലുള്ള പ്രോബ്ലത്തിനെ എങ്ങനെയൊക്കെയാണ് സോൾവ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ സോഷ്യോ ഇമോഷണൽ ഡയമെൻഷനിലാണ് വരുന്നത്. ഓക്കെ. അപ്പൊ പോസിറ്റീവ് സ്കൂളിംഗ് പ്രോപ്പർ ആയിട്ട് നടക്കണമെങ്കിൽ ഈ 3 ഡയമെൻഷനും ഫുൾഫിൽ ആവണം. ഫസ്റ്റ് ഡയമെൻഷൻ ഫിസിക്കൽ ഡയമെൻഷൻ ആണ്. അതിൽ പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചറിനെ പറ്റിയിട്ടും പിന്നെ അതിൽ ഫിസിക്കൽ ഫെസിലിറ്റീസിനെ പറ്റിയിട്ടും പിന്നെ ഇവർക്ക് ബേസിക് ആയിട്ട് വേണ്ട കാര്യങ്ങളെ പറ്റിയിട്ടുമാണ് ഫിസിക്കൽ ഡയമെൻഷനിൽ പറയുന്നത്. രണ്ടാമത്തെ ഡയമെൻഷൻ ആണ് സോഷ്യോ ഇമോഷണൽ ഡയമെൻഷൻ, സൈക്കോളജിക്കൽ ഡയമെൻഷൻ. സൈക്കോളജിക്കൽ ഡയമെൻഷനിൽ ഇവർക്ക് അങ്ങനെ വരുന്ന പ്രോബ്ലംസ്, ആങ്സൈറ്റി, സ്ട്രെസ്, ഡിപ്രഷൻ, അത് കൂടാതെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണോ, പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, അവരുടെ പെർസെപ്ഷൻ, ലേണിംഗ്, മെമ്മറി, പിന്നെ ഈ ലേണിംഗ് ഡിസബിലിറ്റീസ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഉണ്ടാവുന്ന കുറച്ചുകൂടെ കൂടുതൽ സപ്പോർട്ട്സ്, എക്സ്ട്രാ കെയേഴ്സ് എന്തൊക്കെയാണ് കൊടുക്കേണ്ടത്, ആ ഫെസിലിറ്റീസ് അതെല്ലാം വരുന്നത് സൈക്കോളജിക്കൽ ഡയമെൻഷനിലും. പിന്നെ വരുന്ന സോഷ്യോ ഇമോഷണൽ ഡയമെൻഷൻ, അതിൽ നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഇവരുടെ ഇന്റർപേഴ്സണൽ സ്കിൽസും കമ്മ്യൂണിക്കേഷൻ സ്കില്ലും, ഇവർ ഒരു പ്രോബ്ലത്തിൽ, ഒരു സോഷ്യൽ പ്രോബ്ലത്തിൽ ഇവർ എങ്ങനെയാണ് ഇൻവോൾവ് ആവുന്നതെന്നും ഒരു സോഷ്യൽ സിറ്റുവേഷൻ ഇവർ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നതെന്നൊക്കെ ഉള്ളതാണ് ഈ സോഷ്യോ ഇമോഷണൽ ഡയമെൻഷനിൽ ഇവർ പറയുന്നത്. ഓക്കെ. ഈ 3 പോയിന്റ്സ് ക്ലിയർ അല്ലേ? പോസിറ്റീവ് സ്കൂളിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ് പിന്നെ ഇതിന്റെ 3 ഡയമെൻഷൻസും ഓക്കെ ആണോ? മാം, ഇതിലൊരു ഒരു ചെറിയ ഡൗട്ട്, ഒരു സംശയം. സംശയത്തിന് വേണ്ടി സംശയം ചോദിക്കട്ടോ, വേറല്ല. അതായത് നമ്മളിപ്പോ സ്കൂളിംഗ് വളരെ പോസിറ്റീവ് ആകാൻ ഈ 3 ആസ്പെക്ട് വേണം എന്ന് പറഞ്ഞു. ഫിസിക്കലി അഥവാ ഇൻഫ്രാസ്ട്രക്ചർ, എൻവയോൺമെന്റ് ശരിയാണ്. 2 പിന്നെ സൈക്കോളജിക്കൽ എന്ന് പറഞ്ഞു, ഇമോഷണൽ ലെവൽ. പിന്നെ 3 സോഷ്യൽ. ഇപ്പൊ ഇതിലിപ്പോ പാഠ്യപദ്ധതി, പുസ്തകങ്ങള്, ഫാക്കൽറ്റീസ്, ഇത്തരം കാര്യങ്ങളൊക്കെ ഇതിൽ ഏതിലാ വരിക? അതും വളരെ പ്രധാനപ്പെട്ട സംഭവമാണല്ലോ. ഫാക്കൽറ്റീസ് ഒക്കെ, ടീച്ചേഴ്സ്, ഇത്തരം കാര്യങ്ങളൊക്കെ ഫിസിക്കൽ ഡയമെൻഷനിലാണ് വരിക, ഇൻഫ്രാസ്ട്രക്ചറിലാണ് വരിക. പക്ഷെ ഈ ഫാക്കൽറ്റീസ് ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ അത് അവരുടെ സൈക്കോളജിക്കൽ ഡയമെൻഷനിൽ വരും. ക്ലിയർ. ബാക്കി സിലബസ് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഫിസിക്കൽ ഡയമെൻഷനിലാണ് വരിക. ബാക്കി അവർക്ക് മെന്റലി സപ്പോർട്ട് കൊടുക്കുന്നതും ഇമോഷണൽ വെൽബീയിങ് ഒക്കെ കൺസിഡർ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ മൊത്തം സൈക്കോളജിക്കൽ ഡയമെൻഷനിൽ. ഓക്കെ. പിന്നെ അതിൽ പറയുന്നത് വെച്ചാണെങ്കിൽ ഈ പോസിറ്റീവ് സ്കൂളിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അതിനൊരു എയിം അല്ലെങ്കിൽ അതിന് ഇത്രയും കാര്യങ്ങൾ, ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങൾ അച്ചീവ് ചെയ്യണമെന്ന് അവർക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ആ എയിമാണ് നമ്മൾ നെക്സ്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ. അപ്പം ഈ പോസിറ്റീവ് സ്കൂളിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൽ ഒരാളുടെ അച്ചീവ്മെന്റ്സ് അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ക്രൈറ്റീരിയാസ് അല്ലെങ്കിൽ നോളജ് മാത്രമല്ല, ഇവിടെ ഓവറോൾ ഹ്യൂമൻ ഡെവലപ്മെന്റിനെയാണ് കൺസിഡർ ചെയ്യണത്. ഓക്കെ. ആ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു കുട്ടി നോളജബിൾ ആയാൽ മാത്രം പോരാ, ഇന്റലക്ച്വൽ ആയാൽ മാത്രം പോരാ, അവരുടെ ഓവറോൾ ഡെവലപ്മെന്റ് വേണം. ഇമോഷണലിയും സോഷ്യലിയും ഒക്കെ അവർ ഡെവലപ്പ് ആവണം. അപ്പൊ അതാണ് ആദ്യത്തെ ഒരു എയിമായിട്ട് പറയുന്നത്. പിന്നെ എന്താ വിഷയമാണെങ്കിൽ നെക്സ്റ്റ് എയിമാണ് പാരന്റ്സും കുട്ടികളും ടീച്ചേഴ്സും. ഈ 3 സ്റ്റേക്ക് ഹോൾഡേഴ്സ്, നമ്മുടെ ഒരു സ്കൂളിങ്ങിൽ വരുന്ന 3 ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ആണ് ഇവര്. ഈ 3 സ്റ്റേക്ക് ഹോൾഡേഴ്സും തമ്മിൽ അവിടെ ഒരു കോർഡിനേഷൻ വേണം. ഓക്കെ. പാരന്റ്സ് ആയിട്ടും സ്റ്റുഡൻസ് ആയിട്ടും ഒരു കോർഡിനേഷൻ വേണം, അല്ലെങ്കിൽ പാരന്റ്സും ചിൽഡ്രൻ ആയിട്ടൊരു കോർഡിനേഷൻ വേണം, പാരന്റ്സും ടീച്ചേഴ്സുമായിട്ടൊരു കോർഡിനേഷൻ വേണം.
ഈ മൂന്നെണ്ണം ഇന്റർ റിലേറ്റഡ് ആണ്, ഇന്റർ കണക്റ്റഡ് ആണ്. ഈ മൂന്ന് പേരും പ്രോപ്പർ ആയിട്ടൊരു പോസിറ്റീവ് ആസ്പെക്ട്സിൽ പോയാൽ മാത്രമേ ഈ പോസിറ്റീവ് സ്കൂളിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സ് അവിടെ കംപ്ലീറ്റ് ആവുള്ളൂ. ഇപ്പം സ്റ്റുഡൻസിന് ടീച്ചർ അപ്രോച്ചബിൾ അല്ല, അല്ലെങ്കിൽ പാരന്റ്സ് ചിലപ്പം ഒതോറിറ്റേറ്റീവ് പാരന്റിങ്ങോ അല്ലെങ്കിൽ ഒതോറിറ്റേറിയൻ പാരന്റിങ്ങോ നെഗ്ലിജന്റ് പാരന്റ്സിങ് ഒക്കെ ആണെങ്കിൽ അത് കുട്ടിയുടെ ബിഹേവിയറിനെയും അതുപോലെ തന്നെ ബാക്കി ഇമോഷണൽ വെൽബീയിങ്ങിനും എഫക്ട് ചെയ്യും. അപ്പോഴും ഈ പോസിറ്റീവ് സ്കൂളിംഗ് ഫെയിൽ ആയി പോകും. ഓക്കെ, അതുപോലെ തന്നെയാണ് ടീച്ചറുടെ ബിഹേവിയർ. ഇനി ടീച്ചറും പാരന്റും തമ്മിലുള്ള ഒരു ബോണ്ടും സ്ട്രോങ് അല്ല, പോസിറ്റീവ് അല്ലെങ്കിൽ അതും ഈ പോസിറ്റീവ് സ്കൂളിംഗിന്റെ നിലനിൽപ്പിനെ എഫക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ മൂന്ന് കോമ്പണന്റുമായിട്ടൊരു ഇന്റർ റിലേറ്റഡ് ആണ് ആൻഡ് ഇത് മൂന്നെണ്ണമായിട്ട് ഒരു മാച്ചപ്പിൽ പോവാൻ വേണം. ഓക്കെ, പിന്നെ ഇവരെ ഒരു പോസിറ്റീവ് ക്ലൈമറ്റ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ സൃഷ്ടിക്കണം ഈ കുട്ടികൾക്ക് പോസിറ്റീവ് ബിഹേവിയർ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അതാണ് അടുത്ത കാര്യം. പിന്നെ ഈ ടീച്ചേഴ്സ് എപ്പോഴും കുട്ടികളെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കണം, അങ്ങനെ മോട്ടിവേറ്റ് ചെയ്യണം. സ്റ്റുഡൻസും ഹാപ്പി ആയിരിക്കണം. ഈ ടീച്ചിങ് സ്കിൽസിൽ അല്ലെങ്കിൽ ടീച്ചർ പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ പഠിപ്പിക്കുന്നത് മാത്രം ആസ്പെക്ട്സിൽ മാത്രമല്ല ബിഹേവിയറിലും അവർ ഇവരോട് ഓക്കെ ആയിരിക്കണം. പിന്നെ അവിടെ സ്റ്റുഡൻസിന്റെ ഡിപ്രഷനും കുറയണം, ടീച്ചേഴ്സിന്റെ ഡിപ്രഷനും കുറയണം. ഇവിടെ ടീച്ചേഴ്സിന്റെ മെന്റൽ ഹെൽത്തും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, പിന്നെ ഓവറോൾ ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് നമ്മുടെ അക്കാദമിക് പെർഫോമൻസിലും ഇംപ്രൂവ്മെന്റ് ഉണ്ടാവണം. പിന്നെ ഒരു ക്ലാസ്സിൽ ഇപ്പൊ ട്രസ്റ്റ്, കെയർ, ലവ്, അഫെക്ഷൻ ഇങ്ങനെയുള്ള ഫീലിങ്സ് ഉണ്ടല്ലോ, ഈ ഫീലിങ്സുകളും സ്റ്റുഡൻസിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. ഇത്രയും ക്രൈറ്റീരിയാസ് അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ഫുൾഫിൽ ആവുന്ന സമയത്തെ പോസിറ്റീവ് സ്കൂളിംഗ് അവിടെ കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് മെയിൻ എയിം ഓഫ് ദ പോസിറ്റീവ് സ്കൂളിംഗ് ആയിട്ട് വരുന്നത്. ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ഈസ് പോസിറ്റീവ് ബിഹേവിയർ അല്ലെങ്കിൽ പോസിറ്റീവ് ഇന്ററാക്ഷൻസ് പ്രൊമോട്ട് ചെയ്യുക. രണ്ടാമത്തത് ഓവറോൾ ഹ്യൂമൻ ഡെവലപ്മെന്റ്. ഓവറോൾ ഹ്യൂമൻ ഡെവലപ്മെന്റ് എനിക്കാണെങ്കിൽ അയാൾ ഇമോഷണലിയും സോഷ്യലും ബിഹേവിയറിലും കൊഗ്നിറ്റീവിലും എല്ലാ രീതിയിലും ഇയാൾക്ക് ഒരു ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഗ്രോത്ത് വേണം. ഓക്കെ, പിന്നെ പോസിറ്റീവ് റിലേഷൻഷിപ്പ്, അത് ഈ മൂന്ന് കോമ്പണൻസും തമ്മിൽ പോസിറ്റീവ് റിലേഷൻഷിപ്പ് വേണം. പിന്നെ കുട്ടികൾക്ക് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റണം, അവർക്ക് കാര്യങ്ങൾ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അതിന് പോസിറ്റീവായിട്ട് ഫേസ് ചെയ്യാൻ പറ്റണം. പിന്നെ ഓവറോൾ ഡിപ്രഷൻ, ടീച്ചേഴ്സിന്റെ ആയാലും സ്റ്റുഡൻസിന്റെ ആണെങ്കിലും ഡിപ്രഷൻ കുറയണം, പിന്നെ മോട്ടിവേഷൻ കൂടണം, അങ്ങനെയുള്ളവർ പിന്നെ ഒരു ട്രസ്റ്റ് ഒക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റണം. ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പോസിറ്റീവ് സ്കൂളിംഗിന്റെ എയിം ആയിട്ട് പറയുന്നത്. ഓക്കെ, ഓക്കെ ആണോ? യെസ് മാം, ഓക്കെ. ഓക്കെ ഓക്കെ, പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് ഒരു ഹോൾ സ്കൂൾ അപ്രോച്ച് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് അടുത്തത് വരുന്നത്. അപ്പൊ ഈ പോസിറ്റീവ് സ്കൂളിംഗ് വന്നു കഴിഞ്ഞിട്ട് ഇത് ഇവർക്ക് എങ്ങനെയാ ഇംപ്ലിമെന്റ് ചെയ്യണേന്ന് അറിയണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പൊ ഇത്രയും ആസ്പെക്ട്സ് ഒക്കെ കംപ്ലീറ്റ് ആവണം, ഇതൊക്കെയാണ് എയിം എന്നറിയാം. പക്ഷെ ഇതെങ്ങനെ ഇംപ്രൂവ് ചെയ്യണം അല്ലെങ്കിൽ ഇതെങ്ങനെ ഈ സൊസൈറ്റിയിൽ കൊണ്ടുവരണം എന്ന് അറിയണ്ടായിരുന്നില്ല. അതിന് വേണ്ടിയിട്ട് ഒരു പ്രൊജക്ട് കൊണ്ടുവന്നു, അതാണ് എ ഹോൾ സ്കൂൾ അപ്രോച്ച് എന്നുള്ള കാര്യം. ഓക്കെ, അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് ഇവർ ഫോക്കസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ സ്കൂളിങ്ങിൽ വരുന്ന 3 സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്, പാരന്റും സ്റ്റുഡന്റും അതുപോലെ തന്നെ ടീച്ചറും. ഈ 3 സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെയും വെൽബീയിങ് കംപ്ലീറ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ അത് പോസിറ്റീവ് സ്കൂളിംഗ് ആവുള്ളൂ എന്ന് പറഞ്ഞ് അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊജക്ട് കൊണ്ടുവന്നു, അതാണ് ഹോൾ സ്കൂൾ അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു പഠിപ്പിക്കുന്ന സമയത്ത് യൂഷ്വലി നമ്മൾ വൺ വേയിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, യൂണിലാറ്ററൽ ആണ്. ബിക്കോസ് ടീച്ചർ പറയും, സ്റ്റുഡൻസ് അത് കേൾക്കും. ആ ഒരു മെത്തേഡായിരുന്നു നമ്മൾ കുറെ കാലം മുതലേ ഫോളോ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്. ഒരു ഹോൾ സ്കൂൾ അപ്രോച്ച് വരുന്ന സമയത്ത് ബൈലാറ്ററൽ ആയിരിക്കും. ഓക്കെ, ഇത് ബൈ ഡയറക്ഷനിലായിരിക്കും. സ്റ്റുഡൻസിന്റെ കയ്യിൽ നിന്നുള്ള കാര്യങ്ങൾ ടീച്ചറും അക്സെപ്റ്റ് ചെയ്യും, അതുപോലെ ടീച്ചർ പറയുന്ന കാര്യങ്ങൾ സ്റ്റുഡൻസും അക്സെപ്റ്റ് ചെയ്യും. അത് കുറച്ചുകൂടെ ഒരു ഇന്ററാക്റ്റീവ് മോഡ് ഓഫ് ടീച്ചിങ് ആയി മാറും. അതാണ് ഒന്നാമത്തെ കാര്യം. ഇവർക്ക് അപ്പൊ ഇതിലൂടെ ഇവർ എന്താ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരുന്ന വിഷയമാണെങ്കിൽ സ്റ്റുഡൻസിന് അവർക്ക് ഒപ്പീനിയൻ പറയാനുള്ള കപ്പാസിറ്റി കൂടി വരും, ഡിസിഷൻ മേക്കിംഗ് കൂടി വരും. അപ്പൊ ഇവരുടെ കാര്യങ്ങളും ഇവരുടെ സംസാരങ്ങളും എല്ലാം ഈ ടീച്ചേഴ്സ് അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങും. അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സമയത്ത് ഇവരുടെ ഡിസിഷൻ മേക്കിംഗ് സ്കില്ല് കുറച്ചുകൂടി ഇംപ്രൂവ്ഡ് ആവും. അതാണ് ഫസ്റ്റ് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇവരുടെ ഇമോഷണൽ സ്കിൽസും ആറ്റിറ്റ്യൂഡ്സും ഇംപ്രൂവ് ചെയ്യാം. ഓക്കെ,
പിന്നെ മൂന്നാമതായിട്ട് പറയുന്നത് ഈ ടീച്ചേഴ്സ് ഉണ്ടായിരിക്കും, അത് കുറച്ചുകൂടെ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള മോട്ടിവേറ്റഡ് ആയിട്ടുള്ള പോസിറ്റീവ് ആസ്പെക്ട്സ് ഉള്ള ടീച്ചേഴ്സിനെ ഈ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാം. ആ ടീച്ചേഴ്സിന് എന്തൊക്കെ സാധിക്കണം? അവിടെ ഉണ്ടാവുന്ന ഡിഫിക്കൽട്ടീസും പ്രോബ്ലംസും എല്ലാ ഹാർഡ്ഷിപ്പും ഓവർകം ചെയ്തിട്ട് അതിന് ഒരു നല്ല ആസ്പെക്ട്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ ടീച്ചർക്ക് സാധിക്കണം. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞ കാര്യം എൻഗേജ് ചെയ്യിക്കണം സ്റ്റുഡൻസിന്. സോ അത് അവരുടെ ലേണിംഗ് സ്കിൽ ഇംപ്രൂവ് ചെയ്യും, അതുപോലെ തന്നെ അവരുടെ ഒപ്പീനിയൻ പറയാനുള്ള കപ്പാസിറ്റി ഇംപ്രൂവ് ചെയ്യും, ഡിസിഷൻ മേക്കിംഗ് സ്കില്ലും ഇംപ്രൂവ് ചെയ്യും. പിന്നെ രണ്ടാമതായിട്ട് പറയുന്നതാണ് സോഷ്യൽ ആൻഡ് ഇമോഷണൽ സ്കിൽസ് ഉണ്ടാക്കി കൊണ്ടുവരിക. മൂന്നാമത് ഈ സിസ്റ്റത്തിലുള്ള ടീച്ചേഴ്സ് വെൽ ട്രെയിൻഡ് ടീച്ചേഴ്സ് ആയിരിക്കണം, വെൽ എഡ്യൂക്കേറ്റഡ് അല്ല, വെൽ ട്രെയിൻഡ് ടീച്ചേഴ്സ് ആയിരിക്കണം. കാരണം അവർക്ക് ഈ പഠിപ്പിക്കുന്നതിനൊപ്പം തന്നെ ബാക്കിയുള്ള ഹാർഡ്ഷിപ്സ് അതും ഓവർകം ചെയ്യാനും ബാക്കിയുള്ള ഡിഫിക്കൽട്ടീസും പ്രോബ്ലംസും സോൾവ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടെ വേണം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് അതിൽ പറയണമെന്ന് വെച്ചാൽ എനിക്കാണ് നമ്മൾ പറഞ്ഞ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിൽ പാരന്റ്സും ഇൻക്ലൂഡഡ് ആണെന്ന്. അപ്പം ഈ ഒരു പ്രോസസ്സിലേക്ക് ഇവർ പാരന്റ്സിനെയും അതുപോലെ തന്നെ ഫാമിലീസിനെയും ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, അങ്ങനെ ഈ 3 സ്റ്റേക്ക് ഹോൾഡേഴ്സും ഫാമിലിയും കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് പ്രോപ്പർ ചാനലിൽ പോവുകയാണെങ്കിൽ മാത്രമേ ഒരു ഹോൾ സ്കൂൾ അപ്രോച്ചിനുള്ള കോൺസെപ്റ്റ് അവിടെ വാലിഡ് ആവുകയുള്ളൂ. ഓക്കെ, പക്ഷെ ഈ കോൺസെപ്റ്റ് നമ്മൾ പുട്ട് ഫോർവേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചപ്പം അത് വീണ്ടും പ്രോബ്ലമാറ്റിക് ആവുക ചെയ്തത്. കാരണം പണ്ട് നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കോൺസെപ്റ്റ് അല്ല ഇപ്പൊ അവര് പുട്ട് ഫോർവേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത്. അങ്ങനെ ആയപ്പം ഈ ഒരു ഹോൾ സ്കൂൾ അപ്രോച്ചിനുള്ള ഈ ഒരു കോൺസെപ്റ്റ് ഫെയിൽ ആവാൻ തുടങ്ങി. അപ്പൊ അത് കോപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ കൊണ്ടുവന്ന അപ്രോച്ചാണ് പോസിറ്റീവ് എഡ്യൂക്കേഷൻ. അല്ലെ നമുക്ക് പറയാം ഒരു ഹോൾ സ്കൂൾ അപ്രോച്ചിന്റെ ഒരു സബ്സെറ്റ് ആണ് ഈ പോസിറ്റീവ് എഡ്യൂക്കേഷൻ എന്നുള്ള സംഭവം എന്ന് പറയാം. അപ്പൊ ആദ്യം നമ്മൾ പോസിറ്റീവ് സ്കൂളിംഗ് പഠിച്ചു, പിന്നെ അതിന് 3 ഡയമെൻഷൻ പഠിച്ചു, പിന്നെ എയിം ഓഫ് ദ പോസിറ്റീവ് സ്കൂളിംഗ് പഠിച്ചു. പോസിറ്റീവ് സ്കൂളിംഗ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഹോൾ സ്കൂൾ അപ്രോച്ച് കൊണ്ടുവന്നു. പക്ഷെ ഈ ഹോൾ സ്കൂൾ അപ്രോച്ചിന്റെ കുറച്ച് കാര്യങ്ങളൊന്നും പ്രോപ്പർ ആയിട്ട് നടക്കാണ്ടായപ്പോൾ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു സബ്സെറ്റ് കൊണ്ടുവന്നു, അതാണ് പോസിറ്റീവ് എഡ്യൂക്കേഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ പോസിറ്റീവ് എഡ്യൂക്കേഷനിൽ വരുന്ന എന്താ വെച്ചാൽ പാരന്റ്സിന് അവരുടെ കുട്ടികളെ ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും കോൺഫിഡന്റ് ആയിട്ടും ഇരിക്കണം. അറ്റ് എ ടൈം സ്കൂളിൽ അവർ അച്ചീവ് ചെയ്യാനും ഒരു ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ അക്കാദമിക് സ്കില്ലും ഇംപ്രൂവ് ആവുകയും ഷാർപ്പൻ ആവുകയും വേണം. അപ്പൊ ഇവിടെ ഈ 2 പേരുടെ ഇപ്പൊ പാരന്റിന്റെ ക്രൈറ്റീരിയാസും അവരുടെ നീഡ്സും അതുപോലെ തന്നെ സ്കൂളിലെ മാനേജ്മെന്റിലെ സ്കൂളിന്റെ നീഡ്സും അവിടെ ഫുൾഫിൽ ചെയ്യണം. അതിനു വേണ്ടി കൊണ്ടുവന്ന അല്ലെങ്കിൽ അതിനു വേണ്ടി കൊണ്ടുവന്ന ഒരു സബ്സെറ്റ് ഓഫ് ഹോൾ സ്കൂൾ അപ്രോച്ച് ആണ് പോസിറ്റീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പോസിറ്റീവ് ഹോൾ സ്കൂൾ എന്ന് പറഞ്ഞാൽ എല്ലാ കോമ്പണന്റും അവിടെ ഇൻക്ലൂഡഡ് ആണ്. പക്ഷെ അത് കുറച്ചുകൂടി ബേസിക് ആയിട്ട് പ്രാക്ടിക്കൽ ആയിട്ട് മെയിൻ ആയിട്ട് 2 ക്രൈറ്റീരിയാസ് മുന്നോട്ട് വെച്ചിട്ടാണ് പോസിറ്റീവ് എഡ്യൂക്കേഷൻ കൊണ്ടുവന്നത്. ഓക്കെ, ഇപ്പൊ ഒരു പോസിറ്റീവ് സ്കൂളിംഗ് അല്ലെങ്കിൽ പോസിറ്റീവ് ഹോൾ സ്കൂൾ അപ്രോച്ച് വരുന്ന സമയത്ത് അവരുടെ എൻറ്റയർ ഡെവലപ്മെന്റ് ആ സ്കൂളിന്റെ അല്ലെങ്കിൽ ആ സ്റ്റുഡൻസിന്റെ മൊത്തം ഡെവലപ്മെന്റ് അവർ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ പോസിറ്റീവ് എഡ്യൂക്കേഷൻ വന്ന സമയത്ത് അത് കുറച്ചുകൂടെ ഓരോ സ്റ്റുഡന്റിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. കാരണം അവിടെ പാരന്റ്സിന്റെ മെയിൻ ആയിട്ടുള്ള ക്രൈറ്റീരിയാസ് എന്താ? സ്റ്റുഡൻസ് ഹാപ്പി ആയിട്ടിരിക്കണം, ഹെൽത്തി ആയിട്ടിരിക്കണം, കോൺഫിഡന്റ് ആയിട്ടിരിക്കണം. അതുപോലെ സ്കൂളിന്റെ മെയിൻ ക്രൈറ്റീരിയാസ് ആയിട്ടുള്ള അവരുടെ അച്ചീവ്മെന്റ്സും ഡിസിപ്ലിനും അക്കാദമിക് സ്കില്ലും ഇംപ്രൂവ് ആവുകയും വേണം. അതിന് കൊണ്ടുവന്നതാണ് ഈ പോസിറ്റീവ് എഡ്യൂക്കേഷൻ വന്നിട്ടുള്ള സംഭവം. ഓക്കെ, അപ്പൊ അവിടെ അത് കുറച്ചുകൂടെ പോസിറ്റീവ് എഡ്യൂക്കേഷൻ വന്നിട്ടാണെങ്കിൽ കുറച്ചുകൂടെ അത് സ്റ്റുഡന്റ് ഓറിയന്റഡ് ആ, ഓരോ കുട്ടിയിലേക്കും അതിന്റെ കാര്യങ്ങൾ എത്തുന്നത്. മനസ്സിലായോ അത് തമ്മിലുള്ള ഡിഫറൻസ്? ക്ലിയർ ആണ്. ഓക്കെ, അപ്പം ഈ പോസിറ്റീവ് സ്കൂളിംഗ് ഇതിന് മുന്നേ പോസിറ്റീവ് സൈക്കോളജിയിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്ത സമയത്ത് ഇത് തമ്മിലുള്ള ഡിഫറൻസസ് ചോദിച്ചായിരുന്നു ക്വസ്റ്റ്യൻ ആയിട്ട്. അപ്പൊ അതൊന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കാം. 2 എണ്ണം സ്റ്റാർട്ട് ചെയ്തത് 2008 രണ്ടെണ്ണത്തിന്റെ മെയിൻ എയിം ആയിട്ട് പറയുന്നത് നമ്മളൊരു വെൽബീയിങ് അല്ലെങ്കിൽ സ്റ്റുഡൻസിന്റെ വെൽബീയിങ് അച്ചീവ് ചെയ്യാന്നുള്ളതാണ് 2 എണ്ണത്തിന്റെയും എയിം ആയിട്ട് പറയുന്നത്. പിന്നെ എല്ലാത്തിലും ഈ 2 എണ്ണത്തിലും അവരുടെ ബേസിക് നീഡ്സ് മൊത്തം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. പക്ഷെ പോസിറ്റീവ് സ്കൂൾ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സോഷ്യൽ സിസ്റ്റം ആയിട്ടാണ് കൺസിഡർ ചെയ്യണമെങ്കിൽ ഈ പോസിറ്റീവ് എഡ്യൂക്കേഷനിലേക്ക് വരുന്ന സമയത്ത് ഓരോ ഇൻഡിവിജ്വലിന്റെയും വെൽബീയിങ് അവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്.
പോസിറ്റീവ് ബിഹേവിയർ അവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ മെയിൻ ആയിട്ട് ഡിഫറൻസ് ആയിട്ട് വരുന്നത്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ബാക്കി നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ള പോയിന്റ്സ് മൊത്തം രണ്ടെണ്ണത്തിലും എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, പിന്നെ അതിൽ വരുന്നത് ചലഞ്ചസ് ഇൻ ദ ഇന്ത്യൻ സ്കൂൾസ് ആണ്. അപ്പം ഈ പ്രോസസ് എല്ലാം സ്റ്റാർട്ട് ചെയ്തത് ഇന്ത്യക്ക് പുറത്താണെങ്കിലും ഇവർ ഇതെല്ലാം ഇന്ത്യയിലും കൂടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നോക്കി. അപ്പൊ അതിൽ മെയിൻ ആയിട്ടുള്ള ചലഞ്ചസ് ഇന്ത്യയിൽ മെയിൻ ആയിട്ട് ഇവർ ഫേസ് ചെയ്ത ചലഞ്ചസ് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഇതിന്റെ ഒരു ഫിസിക്കൽ ഡയമെൻഷനെ ഇവർക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, ഇൻഫ്രാസ്ട്രക്ചർ ഒട്ടും സ്ട്രോങ് ആയിരുന്നില്ല. ഓക്കെ, അപ്പം അതിനുള്ള മെറ്റീരിയൽസ്, സിലബസ്, അതുപോലെ തന്നെ ഫിസിക്കൽ ആസ്പെക്ട്സ് ആയിട്ടുള്ള ഫിറ്റ്നസ്, അവരുടെ ഡയറ്റ്, സ്ലീപ്പും, അതുകൂടാണ്ട് സ്കൂളിന്റെ അറ്റ്മോസ്ഫിയർ, ലൈബ്രറി ഫെസിലിറ്റി, പിന്നെ സ്കൂളിന്റെ ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങൾ, ഇതൊന്നും പ്രോപ്പർ ആയിരുന്നില്ല. അതിനുള്ള ഫണ്ടും ഉണ്ടായിരുന്നില്ല. അതായിരുന്നു ആദ്യത്തെ പ്രോബ്ലം ഇവർ പോസിറ്റീവ് സ്കൂളിംഗ് ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കിയ സമയത്ത് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അഡിക്കേറ്റ് ബഡ്ജറ്ററി പ്രൊവിഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം ഈ പോസിറ്റീവ് സ്കൂളിങ്ങിന്റെ ഒരു കോമ്പണന്റ് ആയിട്ട് ഇപ്പൊ പുതിയ ഒരു പ്രോഗ്രാം അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്ട്രീം എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ ഒരു പ്രോഗ്രാം 2023 ബഡ്ജറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സ്കൂൾസിന്റെ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഇതിന്റെ ഭാഗമായിട്ടാണ് ഇവർ ഇൻക്ലൂഡ് ചെയ്തത്. ഓക്കെ, ജസ്റ്റ് അതൊന്ന് മെൻഷൻ ചെയ്തേ ഉള്ളൂ. അപ്പം ഇന്ത്യയിൽ ഫേസ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് പ്രോബ്ലം ഇവരുടെ ബഡ്ജറ്ററി അലോക്കേഷൻ ഉണ്ടായിരുന്നില്ല പോസിറ്റീവ് സ്കൂളിങ്ങിലേക്ക് വേണ്ടി. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം വരുന്നത് വെച്ചാൽ എനിക്കാണ് നമ്മൾ പറഞ്ഞ 3 കോമ്പണന്റ് ഉണ്ടെന്ന്. ഈ കോമ്പണന്റ് തമ്മിലുള്ള റിലേഷൻഷിപ്സ് സ്ട്രോങ് ആയിരുന്നില്ല. ഒന്നെങ്കിൽ അവിടെ പാരന്റ്സും ടീച്ചേഴ്സും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ടീച്ചേഴ്സും സ്റ്റുഡൻസും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാറുണ്ട്. സോ ഈ പ്രോസസ്, ഈ 3 പേരുള്ള ഈ ഇന്റർലിങ്കിങ് കണക്ഷൻ അവിടെ പ്രോപ്പർ ആയിട്ട് നടന്നില്ല. അതാണ് രണ്ടാമത്തെ റീസൺ. ഇത് നമുക്ക് ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായതിന്റെ രണ്ടാമത്തെ റീസൺ അതാണ്. പിന്നെ മൂന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ ഇവരുടെ ഫിസിക്കൽ ഇഷ്യൂസ്, ഇപ്പൊ കുട്ടികൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇവർക്ക് പ്രോപ്പർ ആയിട്ട് നോക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ മെന്റൽ ഹെൽത്തിന് വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. സ്ട്രെസ്, ആൻസൈറ്റി, ടെൻഷൻ, ഡിപ്രഷൻ, ഈ കാര്യങ്ങളൊന്നും അവിടെ പ്രോപ്പർ ആയിട്ട് അഡ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പൊ ഇത് കാരണം കുട്ടികൾക്ക് അവരുടെ ഒരു ഗോള് സെറ്റ് ചെയ്യാനും അവരുടെ ഒരു ടൈം അലോക്കേറ്റ് ചെയ്ത് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനും ഇംപ്ലിമെന്റ് ചെയ്യാനും ഇവർക്ക് പറ്റാണ്ടായി. അതാണ് അവിടെ മൂന്നാമത്തെ റീസൺ ആയിട്ട്, ഫെയിലിയറിന്റെ മൂന്നാമത്തെ റീസൺ, അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ ഫേസ് ചെയ്ത മൂന്നാമത്തെ ചലഞ്ച് ആയിട്ട് പറയുന്നത്. പിന്നെ നാലാമത്തെ ഒരു കാര്യമായിട്ട് പറയുന്നത് കോമൺ ആയിട്ട് പറയുന്ന കാര്യങ്ങളാണ്. നാലാമത്തെ എന്ന് പ്രോപ്പർ ആയിട്ടുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ടായിരുന്നില്ല. അക്കാദമിക് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ ക്യാപ്പബിൾ ആയിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഇവർക്ക് പോസിറ്റീവ് സ്കൂളിംഗിന്റെ കോമ്പണന്റ് ആയിട്ടുള്ള ഇമോഷണൽ എബിലിറ്റിയും ഇന്റർപേഴ്സണൽ സ്കിൽസും ഇതെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യാൻ അറ്റ് എ ടൈം ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ടായിരുന്നില്ല. ഈ 4 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഇന്ത്യൻ സിസ്റ്റത്തിലേക്ക് വന്ന സമയത്ത് പോസിറ്റീവ് സ്കൂളിങ്ങിനെ ഇന്ത്യൻ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഉള്ള ചലഞ്ചസ് ആയിട്ട് പറയുന്നത്. ഒന്നാമത്തേത്, നമുക്കൊരു ബഡ്ജറ്ററി അലോക്കേഷൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഫിസിക്കൽ ഡയമെൻഷൻ അവിടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. രണ്ടാമത്തത്, പാരന്റ്സും ടീച്ചേഴ്സും തമ്മിലുള്ള ബോണ്ട് അത്ര സ്ട്രോങ് ആയിരുന്നില്ല. അതിൽ ഒരുപാട് കോൺഫ്ലിക്ട്സ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ടീച്ചേഴ്സും സ്റ്റുഡൻസും തമ്മിലുള്ള ബോണ്ടും സ്ട്രോങ് ആയിരുന്നില്ല. പോസിറ്റീവ് സ്കൂളിംഗ് വരുവാണെങ്കിൽ യൂണി ഡയറക്ഷണൽ ടീച്ചിങ് ആവരുത്, അത് ബൈ ഡയറക്ഷണൽ ആയിരിക്കണം. കാരണം ഇവിടെ നിന്ന് ഇൻഫർമേഷൻസ് അങ്ങോട്ടും അവിടെ നിന്ന് ഇൻഫർമേഷൻ ഇങ്ങോട്ടും പാസ് ചെയ്യണം. ഒരു ഇന്ററാക്റ്റീവ് ടൈപ്പ് ഓഫ് ടീച്ചിങ് ആയിരിക്കണം. അത് ഒരു ചലഞ്ച് ആയിരുന്നു. കാരണം പണ്ട് മുതലേ ഇന്ത്യയിൽ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്ന സിസ്റ്റം ഒരു യൂണി ഡയറക്ഷനിലായിരുന്നു, ഇന്ററാക്റ്റീവ് ആയിരുന്നില്ല. അതാണ് രണ്ടാമത്തെ ചലഞ്ച് ആയിട്ട് പറയുന്നത്. മൂന്നാമത്തെ ചലഞ്ച് പറയുന്നത് ഇവരുടെ ഫിസിക്കൽ ഹെൽത്ത് കൺസേൺസ് ഒക്കെ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള കൺസേൺസ് ഇവര് മെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇവരുടെ അതിലാണ് സ്ട്രെസ്സും ആൻസൈറ്റിയും ഡിപ്രഷനും ഡിലമ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, കൺഫ്യൂഷൻസ്, ലേണിംഗ് പ്രോബ്ലംസ്, ഇതെല്ലാം വരുന്നത് ഈ ഒരു ഇതിലാണ്. ഓക്കെ, അപ്പൊ ഇപ്പൊ ഒരു കുട്ടി പഠിക്കാണ്ടിരിക്കുവാണെങ്കിൽ അതിന്റെ റീസൺ എന്താണ്, അതിന് ബിഹൈൻഡ് റീസൺ എന്താണെന്ന് ഇവര് എൻക്വയർ ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഓക്കെ, അതാണ് മൂന്നാമത്തത്. പിന്നെ നാലാമത്തത്, അതിന് പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് കിട്ടിയിട്ടുള്ള
ഇവരുടെ ഇമോഷണൽ, കൊഗ്നിറ്റീവ്, ബിഹേവിയർ ആൻഡ് സോഷ്യൽ ആസ്പെക്ട്സിൽ ഡെവലപ്മെന്റ് എങ്ങനെ കൊണ്ടുവരണമെന്ന് പ്രോപ്പർ ആയിട്ട് അറിയുന്ന വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ടീച്ചേഴ്സും ഉണ്ടായിരുന്നില്ല. ഈ 4 എണ്ണമാണ് പോസിറ്റീവ് സ്കൂളിംഗ് അല്ലെങ്കിൽ പോസിറ്റീവ് എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കിയ സമയത്ത് ഇവർ നേരിട്ട മെയിൻ ആയിട്ടുള്ള പ്രോബ്ലംസ്. ഓക്കെ, അത് ചലഞ്ചസ് ഒക്കെ നമുക്ക് ജസ്റ്റ് റഫായിട്ട് തന്നെ എഴുതാൻ വേണ്ടി പറ്റുന്നതാണ്. പിന്നെ അതിൽ വരുന്നതെന്ന് വെച്ചാൽ എനിക്കാണെങ്കിൽ കോമ്പണൻസ് ഓഫ് ദ പോസിറ്റീവ് സ്കൂളിംഗ് ആണ്. ഈ പോസിറ്റീവ് സ്കൂളിങ്ങിന്റെ ഈ കോമ്പണന്റ്, ഈ ഡയഗ്രാം ഒന്ന് നോക്കി വെക്കാം. ഇത് കോമ്പണൻസ് എഴുതുന്ന സമയത്ത് ഇതുകൂടെ ഇൻക്ലൂഡ് ചെയ്ത് എഴുതുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഈ മൊത്തമായിട്ട് 6 കോമ്പണൻസ് ആണ് ഇതിൽ വരുന്നത്. അപ്പൊ ഇതിന്റെ ബേസ് കോമ്പണന്റ്, പോസിറ്റീവ് സ്കൂളിന്റെ ബേസ് കോമ്പണന്റ് വരുന്നത് കെയർ, ട്രസ്റ്റ് ആൻഡ് റെസ്പെക്ട് ഫോർ ദ ഡൈവേഴ്സിറ്റി ആണ്. പിന്നെ അതിൽ വരുന്നത് അതിന്റെ ഫസ്റ്റ് ഫ്ലോർ ആയിട്ട് വരുന്നത് പ്ലാനും മോട്ടിവേഷനും ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഗോള് വരും. ഈ 3 ക്രൈറ്റീരിയാസും ഫുൾഫിൽ ആയാൽ ഇവർക്ക് ഹോപ്പ് ക്രിയേറ്റ് ആവുള്ളൂ, എന്നാൽ മാത്രമേ അവരുടെ ലൈഫ് അവിടെ സക്സസ് ആവുള്ളൂ. അപ്പൊ അതാണ് അവിടെ പോസിറ്റീവ് സ്കൂളിങ്ങിന്റെ കോമ്പണന്റ് ആയിട്ട് പറയുന്നത്. ഇതിൽ ഈ ഒന്നുകൂടെ പറയൂ മാം. ഓക്കെ, പറയാം. ഏത് ടോപ്പിക്, ഈ കോമ്പണൻസ് ഓഫ് ദ പോസിറ്റീവ് സ്കൂളിംഗ് ആണോ പറയണ്ടേ? അതെ അതെ അതെ. ഓക്കെ, കോമ്പണന്റ് ഓഫ് ദ പോസിറ്റീവ് സ്കൂളിംഗിൽ മെയിൻ ആയിട്ട് 6 കോമ്പണൻസ് ആണ് വരുന്നത്. ഒന്ന് കെയർ, ട്രസ്റ്റ്, റെസ്പെക്ട് ഫോർ ദ ഡൈവേഴ്സിറ്റി. അതാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള ബേസ് വരുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് പറയാം ഈ പോസിറ്റീവ് സ്കൂളിന്റെ ഫ്ലോർ എന്ന് പറഞ്ഞാൽ കെയറും ട്രസ്റ്റും റെസ്പെക്റ്റും ആണ്. ഓക്കെ, ഈ ബേസ് ഉണ്ടാക്കിയെടുക്കാനതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ടീച്ചേഴ്സിനാണ്. അതിനാണ് ടീച്ചേഴ്സ് അവരുടെ വെൽ ട്രെയിൻഡ് ആയിരിക്കണം എന്ന് പറഞ്ഞത്. ഒരു കുട്ടിയുടെ കാര്യത്തിൽ അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് അവരുടെ ഉള്ളിൽ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്തിട്ട് ഇപ്പം സെൽഫ് കെയറും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫസ്റ്റ് 3 കാര്യങ്ങളല്ല 3 പോയിന്റ്സ് അല്ലെങ്കിൽ ഫ്ലോർ ബിൽഡ് ചെയ്യുന്നത്. അത് ബിൽഡ് ചെയ്യുന്നതിലാണ് ടീച്ചേഴ്സിന് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ഉള്ളത്. അത് കഴിഞ്ഞിട്ട് ഈ 3 കാര്യങ്ങളും ബിൽഡ് ചെയ്താൽ മാത്രമേ അവിടെ ഫസ്റ്റ് ഫ്ലോർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നതാണ് പ്ലാൻ, ഗോൾ, മോട്ടിവേഷൻ. ഇത് 3ഉം ഇന്റർറിലേറ്റഡ് ആണ്. ഈ ഫസ്റ്റ് ഫ്ലോർ അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോർ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് അവർക്ക് എന്താണ് വേണ്ടതെന്നുള്ള, അവർക്ക് എന്തായി തീരണം എന്നുള്ള കാര്യങ്ങൾ ഒരു ഗോള് സെറ്റ് ചെയ്യാനും അതിലേക്കുള്ള ഒരു പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യാനും പറ്റുള്ളൂ. പിന്നെ ആ പ്ലാന് പൂർത്തീകരിക്കണമെങ്കിൽ അതിനുള്ള മോട്ടിവേഷൻ, ഒരു എക്സ്റ്റേണൽ സപ്പോർട്ട്, ഒരു മോട്ടിവേഷനും കൂടെ കിട്ടണം. ഇതെന്താണ് ഇങ്ങനെ ഈ 2 ഡയറക്ഷനിലേക്ക് മാരോ ഇട്ടെന്ന് മനസ്സിലായോ? ഈ 3 കോമ്പണൻസിന്റെയും 2 സൈഡിലേക്ക് ആരോസ് വരുന്നുണ്ട്. അതെന്താണെന്ന് അറിയോ? ഗസ് ചെയ്യാൻ പറ്റുമോ? പ്ലാൻ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനൊരു നല്ല പ്ലാൻ വേണം. അതിന് ആവശ്യമുള്ള മോട്ടിവേഷൻ ടീച്ചേഴ്സ് കൊടുക്കണം. ആ മോട്ടിവേറ്റ് ചെയ്താലേ ഈ പ്ലാൻസ് സക്സസ്ഫുൾ ആവുള്ളൂ. അങ്ങനെ ഇതൊരു സർക്കിൾ ഫോമിലാണ്. സർക്കിൾ ഫോമിലും ആണ്. പിന്നെ ഇത് 3ഉം ഇന്റർറിലേറ്റഡും ആണ്. ഓക്കെ, നമ്മൾക്കൊരു പ്ലാൻ ചെയ്യണമെങ്കിൽ നമുക്കൊരു മോട്ടിവേഷൻ വേണം. നമ്മളൊരു പ്ലാൻ സെറ്റ് ചെയ്താലും ഗോളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി നമുക്കൊരു മോട്ടിവേഷൻ ഉണ്ടാവും. നമ്മളിപ്പോ എന്ത് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് റൈറ്റ് ഡൗൺ ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ പൂർത്തീകരിക്കാൻ എളുപ്പമാണെന്ന് പറയാറില്ലേ? നമ്മൾ എഴുതി വെച്ചിട്ട് ഈ കാര്യങ്ങൾ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്ത് വെച്ചാൽ അത് നമുക്ക് പെട്ടെന്ന് പൂർത്തീകരിക്കാൻ വേണ്ടി ഒരു ത്വര വരും, ഒരു മോട്ടിവേഷൻ വരും. ഓക്കെ, അതാണ് പറയുന്നത് ഈ 3 കോമ്പണൻസും ഇന്റർറിലേറ്റഡ് ആണ്. പക്ഷെ ഒരു സ്റ്റുഡന്റിന്റെ കേസിൽ ഇപ്പം ബേസിക് എഡ്യൂക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ഈ 3 കോമ്പണന്റും ഫുൾഫിൽ ആയിക്കൊള്ളണം എന്നില്ല. അത് ഫുൾഫിൽ ആക്കാൻ അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഗോളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ ചെയ്തു കൊടുക്കുന്ന ടീച്ചേഴ്സ് ആണ്. മോട്ടിവേഷൻ ആയാലും അതുപോലെ അവരുടെ ഇന്നർ സെൽഫ് ബിൽഡ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവൻ ചെയ്തു കൊടുക്കുന്നതും അവരുടെ ഐഡിയൽ സെൽഫും റിയൽ സെൽഫും മീറ്റ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുക്കുന്നതും ഈ ടീച്ചറുടെ മോട്ടിവേഷൻ ആണ്. അപ്പൊ നമുക്കൊരു ഐഡിയൽ സെൽഫ് ഉണ്ടായിരിക്കും. നമുക്ക് എന്താണ് ആയി തീരേണ്ടതെന്നുള്ള ആ ഒരു സിറ്റുവേഷനാണ് നമ്മൾ ഒരു ഐഡിയൽ സെൽഫ് എന്ന് പറയുന്നത്. ചില ആൾക്കാരെ കാണുന്ന സമയത്ത് നമ്മൾ മോട്ടിവേറ്റഡ് ആകുമെന്ന് പറയാറില്ലേ? നമ്മൾ എന്തായി തീരണം നമുക്കൊരു ചിന്ത ഉണ്ടായിരിക്കും. അതാണ് നമ്മുടെ ഐഡിയൽ സെൽഫ്. റിയൽ സെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ എന്താണ്, ഓക്കെ, ഞാൻ വിചാരിക്കും എനിക്ക് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒരു മോട്ടിവേഷണൽ സ്പീക്കർ ആവണം എന്ന്. അതാണ് എൻ്റെ ഐഡിയൽ സെൽഫ്. പക്ഷെ ഞാനിപ്പോ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു
സ്റ്റുഡന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അതെന്റെ റിയൽ സെൽഫ് ആണ്. ഈ ഐഡിയൽ സെൽഫും റിയൽ സെൽഫും കൂടെ ഒന്നായി തീരുമ്പോൾ മാത്രമേ ഒരാൾക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഈ ഐഡിയൽ സെൽഫ് റിയൽ സെൽഫ് എന്ന ഐഡിയൽ സെൽഫിലേക്കുള്ള യാത്രേനെയാണ് നമ്മൾ പറയുക ശരിക്കും നമ്മൾ എഫേർട്ട് എന്ന് പറയാം. ആ എഫേർട്ട് അവിടെ കംപ്ലീറ്റ് ആയി നമ്മൾ ഐഡിയൽ സെൽഫിൽ എത്തിച്ചേരുന്ന സമയത്ത് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ഓക്കെ, അങ്ങനെ ഒരു കാര്യങ്ങളെല്ലാം ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതും അതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നതും ടീച്ചേഴ്സ് ആണ്. അതുകൊണ്ടാണ് ഈ പോസിറ്റീവ് സ്കൂളിങ്ങിന്റെ ഈ ഫ്ലോർ ബേസിലും ഫസ്റ്റ് ഫ്ലോറിലും ഇമ്പോർട്ടൻറ്റ് കോമ്പണന്റ് ആയിട്ട് വരുന്നത് ടീച്ചേഴ്സ് ആണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അതിന്റെ ടോപ്പിൽ വരുന്നതാണ് ഹോപ്പും അതുപോലെ തന്നെ സൊസൈറ്റൽ കോൺട്രിബ്യൂഷനും. ഇതെല്ലാം കൂടി ഈ എല്ലാ ക്രൈറ്റീരിയാസും കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ പോസിറ്റീവ് സ്കൂളിംഗ് അവിടെ സക്സസ് ആവുകയുള്ളൂ. അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള കോമ്പണൻസ് ആയിട്ടുള്ള സ്റ്റുഡൻസും സക്സസ് ആവുകയുള്ളൂ. അത്രയും കാര്യങ്ങളാണ് ഈ പോസിറ്റീവ് സ്കൂളിങ്ങിന്റെ ഇതിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ തിയററ്റിക്കൽ മോഡൽസ് വരുന്നുണ്ട്, പെർമോ മോഡലൊക്കെ വരുന്നുണ്ട്. അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഇപ്പൊ വേണമെങ്കിൽ ജസ്റ്റ് ഇതൊന്നുകൂടെ ഒന്ന് മെൻഷൻ ചെയ്ത് പോവാം. ഓക്കെ, നേരത്തെ പറഞ്ഞ ലാസ്റ്റ് പറഞ്ഞ കോൺസെപ്റ്റ് ഉണ്ടല്ലോ, ഒരു ഹോം സ്കൂളിന്റെ ചിത്രം വെച്ചിട്ടുള്ള, അതിനെ നമുക്ക് അബ്രഹാം എച്ച് മാസ്ലോയുടെ ഹയറാർക്കി ഓഫ് ഹ്യൂമൻ നീഡ്സ് എന്നായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമോ? അടിയിൽ കിടക്കുന്നത് ബേസിക് നീഡായിട്ടും പിന്നെ അങ്ങനെ മേലോട്ട് പോയിട്ട് സോഷ്യൽ ആകുമ്പോഴേക്ക് അതൊരു സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന രീതിയിലേക്ക്, അതായത് ആണ് മനുഷ്യന്റെ അച്ചീവ്മെന്റ്സുകൾ അല്ലെങ്കിൽ സ്കൂളിൽ നിന്നും കിട്ടേണ്ട, അങ്ങനെ എന്തെങ്കിലും കണക്ട് ചെയ്യാൻ കഴിയുമോ നമുക്ക്? അതും കണക്ട്, അങ്ങനെ ആ ഒരു രീതിയിലും കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അവിടെ ഒരു അതും ഇതും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ അവിടെ ഈ കോമ്പണൻസ് ഇന്റർ കണക്റ്റഡ് അല്ല. അതിൽ ഓരോ സ്റ്റെപ്പ് ഫുൾഫിൽ ആവുന്നപ്പോൾ ബേസിക് നീഡ്സ് ഉണ്ട്, അത് ഫുൾഫിൽ ആകുമ്പോൾ അവരുടെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുക ചെയ്യണേ. ഓക്കെ, അങ്ങനെ ഓരോ സ്റ്റെപ്പ് അവിടെ ക്ലിയർ ചെയ്ത് പോവുക. പിന്നെ അതിലവിടെ ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ അതില് ചില സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാണെങ്കിൽ പിന്നെ അത് ഇൻക്രീസ് ചെയ്യാൻ തോന്നില്ല. ഓക്കെ, പോസിറ്റീവ് ഡിഗ്രി നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ട് അതിന് പിന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യണ്ടായിരുന്നു. ഓക്കെ, ഹ്യൂമൻ നീഡ്സ് ബേസിക്കലായ ഗ്രേഡ് 1 സാധനം കിട്ടിയാൽ മാത്രമേ മനുഷ്യൻ രണ്ടാമത്തിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. ഡെവലപ്മെന്റ് ഹ്യൂമനിസ്റ്റിക് സൈക്കോളജി പറയുന്ന അനുസരിച്ച് അവസാനം സോഷ്യൽ ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ, അതേ രൂപത്തിൽ തന്നെ സ്കൂളിലും ഈ ബേസിക് ആയി കൊടുക്കേണ്ട കെയർ, ട്രസ്റ്റീസ് ആണെങ്കിൽ റെസ്പെക്ട്, ഒരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് രണ്ടാമത്തെ ഒരു മോട്ടിവേഷനും പ്ലാനും ഗോൾ സെറ്റും ഒക്കെ ഉണ്ടാവുന്നുള്ളൂ. അങ്ങനെ മോട്ടിവേഷൻ കൊടുത്ത് പ്ലാൻ ഉണ്ട്, ഗോൾ സെറ്റ് ചെയ്ത് അവന് SLC പാസ്സാവുന്നു, +2 പാസ്സാവുന്നു, അങ്ങനെ ഒരു ജീവിതത്തിൽ പ്രതീക്ഷ നൽകുന്നു. അത് കഴിഞ്ഞ് സൊസൈറ്റിയിലേക്ക് അവൻ കോൺട്രിബ്യൂട്ടഡ് ആകുന്നു, നല്ലൊരു പൗരനാകുന്നു. അങ്ങനെ വാർത്തെടുക്കുന്ന ഒരു സിസ്റ്റമാണ് സ്കൂളിൽ നിന്ന്. അങ്ങനെ നമുക്കൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റും? അങ്ങനെയും കൊടുക്കാൻ പറ്റും. അതിലൊരു ഡിഫറൻസ് ഉള്ളത് ഇവിടെ ഇന്റർ കണക്റ്റഡ് ആണ്. ഫസ്റ്റ് ഫ്ലോർ ഇന്റർ കണക്റ്റഡ് കോമ്പണൻസ്, ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം വരുന്നത് അങ്ങനെ തന്നെയാ. പിന്നെ അതിൽ ടോപ്പിൽ നമ്മൾ പറയുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ ആണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ സൊസൈറ്റൽ കോൺട്രിബ്യൂഷൻ ആണ്. കാരണം ഈ പോസിറ്റീവ് സ്കൂളിങ്ങിന് അവരൊരു സോഷ്യൽ വെൽബീയിങ്ങും കൂടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. മറ്റേത് ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ടോപ്പ് വരുന്നത് പേഴ്സണാലിറ്റി ആയിരുന്നു. ഒരാളുടെ ഒരു ഇൻഡിവിജ്വലിന്റെ സക്സസ് ആയിരുന്നു കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാകുന്ന സമയത്ത് അതിൽ ടോപ്പിൽ നമ്മൾ എന്ത് ചെയ്യും? സൊസൈറ്റിന്റെ വെൽബീയിങ് അല്ലെങ്കിൽ ഒരു ഹോൾ വെൽബീയിങ് ആണ് ഇവിടെ ടോപ്പിൽ വരുന്നത്. ആ രണ്ടിന്റെ കോൺസെപ്റ്റ് വരുന്നതും രണ്ടിനും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻക്രീസ് ആകുന്നതെല്ലാം സിമിലർ ആണ്. ചെറിയൊരു ഡിഫറൻസ് ആയിട്ട് തോന്നിയത്, പിന്നെ മറ്റേത് ഒരു ഇൻഡിവിജ്വലിന്റെ ഡെവലപ്മെന്റ് ആണ് പറയുന്നതെങ്കിൽ ഇതിലൊരു പോസിറ്റീവ് സ്കൂളിങ്ങിന്റെ ബെനിഫിറ്റ് എന്താണ്? അവസാനം ഈ ഒരു ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അവസാനം സൊസൈറ്റൽ കോൺട്രിബ്യൂഷനിലേക്ക് എത്തുന്നു. അപ്പൊ അങ്ങനെ ഒരു ഉപകാരം പോസിറ്റീവ് സ്കൂളിംഗ് കൊണ്ട് ഉണ്ട് എന്നുള്ളത് കാണിക്കലായിരിക്കും തോന്നുന്നു. ഇവിടെ ഇൻഡയറക്റ്റ് ആയിട്ട് വേറൊരു കാര്യം കൂടെ ഇല്ലേ, ടീച്ചർ ഒരു മെന്ററിന്റെ റോൾ ഇല്ലേ? ടീച്ചറിന്റെ പറഞ്ഞോളൂ. ഹെൽപ്പ് കുട്ടിക്ക് വേണ്ടേ? കാരണം ആ കുട്ടിയുടെ ഐഡിയൽ സെൽഫും റിയൽ സെൽഫും ഒത്തിരി ഡിഫറൻസ് ഉണ്ടെങ്കിലാണ് ആ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റാത്തത്. അപ്പൊ ആ കുട്ടിയെ ഞാൻ എവിടെയാണ് എന്ന് ആ കുട്ടിക്ക് ഇൻ കേസ് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ ടീച്ചർ ആക്ട് ആസ് എ മെന്റർ.
ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനാണ് ആക്ച്വലി ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടാണല്ലോ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാന്നുള്ളതാണ്. അപ്പം ഒരുവിധം ആളുകൾ മൊത്തം ഫെയിൽ ആയി പോകുന്നത് അവരുടെ ആ ഒരു റിയൽ സെൽഫും ഐഡിയൽ സെൽഫും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാത്തതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ അതിലേക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണം, ആഡ് ചെയ്യണം, എന്തൊക്കെ ചെയ്താൽ സക്സസ് ആവാം എന്നുള്ള കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നത് ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു മെന്റർ ആണ്. ഓക്കെ, ഇവിടെ അങ്ങനെ ഒരു സപ്പോർട്ടീവ് പേഴ്സണാലിറ്റി, അതാണ് നമ്മൾ പറഞ്ഞത് പണ്ടത്തെ ടീച്ചേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവർ കുറച്ചുകൂടി വെൽ ട്രെയിൻഡ് ആയിരിക്കണം. അത് അക്കാദമിക്സിൽ മാത്രമല്ല, ഇമോഷണൽ ആയിട്ടും സോഷ്യൽ ആയിട്ടും മോറൽ ആയിട്ടും കൊഗ്നിറ്റീവ്ലിയും എല്ലാം ഇവർക്ക് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി പറ്റണം സ്റ്റുഡന്റിന്. അപ്പോഴേ അതൊരു സക്സസ്ഫുൾ ടീച്ചറായിട്ട് മാറുള്ളൂ. അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ആണ് ഈ പോസിറ്റീവ് സ്കൂളിങ്ങിൽ ടീച്ചർ എന്നുള്ള ഒരു വ്യക്തിക്കുള്ളത്. ഓക്കെ ആണോ? ഓക്കെയാണ്. ഓക്കെ, ഇനി ഇതിന്റെ ഒരു നെക്സ്റ്റ് ഇതില് സെഷൻ പിന്നെ ഒന്നൊരു ചെറിയ ആഡിങ് കൂടി പറയുന്നത്, ഇതാ പിക്ചർ ശരിക്കും ഒന്ന് നോക്കിയാല് മറ്റേ നിങ്ങൾ നേരത്തെ പറഞ്ഞില്ല ആരോ, ഒന്നും കൂടി ഒന്ന് നോക്കുമ്പോൾ ഫസ്റ്റ് ആ കുട്ടിക്ക് ഒരു സേഫ് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നു. കെയർ, ട്രസ്റ്റ് ആൻഡ് റെസ്പെക്ട് ഇതൊക്കെ കൊടുത്തിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്ത് അത് ബേസ് ആണ്. പിന്നെ ഫ്ലോർ പണിയുന്നത് ടീച്ചറും അതുപോലെ ടീച്ചർ പിന്നെ പേരന്റും കൂടിയിട്ട് നല്ല പ്ലാനിങ് കൊടുക്കുന്നു, മോട്ടിവേഷൻ കൊടുക്കുന്നു, ഗോൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു, അങ്ങനെ മൂന്നും ചെയ്തു കൊടുക്കുന്നു. അപ്പം ഓട്ടോമാറ്റിക് അതൊക്കെ ചെയ്ത് കൊടുക്കലോട് കൂടി കുട്ടിക്ക് ഒരു ഹോപ്പ് ഉണ്ടാവുന്നു. ആ ഹോപ്പ് ഉണ്ടാവുമ്പോൾ കാര്യങ്ങൾ അവന് സക്സസ് ചെയ്യാൻ കഴിയും എല്ലാം. പിന്നെ എന്നിട്ട് അവൻ എന്ത് ചെയ്യും, സൊസൈറ്റിക്ക് വലിയൊരു കോൺട്രിബ്യൂഷൻ ചെയ്യാൻ ആ കുട്ടിക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോ മനസ്സിലാവുന്നത് അല്ലേ? യെസ് യെസ്. അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. പക്ഷെ ഈ സിസ്റ്റം ഇപ്പം ഏകദേശം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഒരു എക്സീഡ് എഡ്യൂക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്, എക്സീഡ് ഒക്കെ ഇത് പോസിറ്റീവ് സ്കൂളിംഗ് ബേസ് ചെയ്തിട്ട് തുടങ്ങിയ സിലബസാണ്. ഇപ്പം 8th വരെ എക്സീഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിലബസ് റൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ചില സ്കൂളുകൾക്ക്, ഇന്റർനാഷണൽ സ്കൂളുകളിലെല്ലാം. അത് ഈ പോസിറ്റീവ് സ്കൂളിങ്ങിന് മാത്രം ബേസ് ചെയ്ത് തുടങ്ങിയ സിലബസാണ്. ഓക്കെ, എന്താ പേര് പറഞ്ഞ? എക്സൈഡോ? EXIDയോ? അല്ല, XEED, എക്സീഡ് എന്ന് പറഞ്ഞിട്ട്. എക്സീഡ്. അങ്ങനെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ട്. ചില സ്കൂളുകൾക്ക് അവർക്ക് സിലബസേ വേറെയാണ്. എല്ലാ കാര്യങ്ങളും പ്രാക്ടിക്കലായിട്ട് പഠിച്ചിട്ടാണ് ചെയ്യുക. അങ്ങനെയുണ്ട്. അപ്പം ആ ഒരു സിസ്റ്റം വന്നത് ഇതിന്റെ ബേസിൽ കംപ്ലീറ്റ് ആയിട്ട്. പിന്നെ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പം 2023 ബഡ്ജറ്റിലൊക്കെ ശ്രീ സ്കൂൾ എന്നോ അങ്ങനെ എന്തോ ഒരു പ്രോഗ്രാം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഈ പോസിറ്റീവ് സ്കൂളിംഗ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും വന്നൊരു പദ്ധതിയായിരുന്നു. ഓക്കെ, അപ്പൊ അത്രയാണ് ഇതിൽ മെയിൻ ആയിട്ടുള്ളത്. ഇനിയിപ്പം എക്സാം പോയിന്റ് ഓഫ് വ്യൂല് വരുന്നത് പെർമ മോഡലാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അതിന്റെ കൂടെ തന്നെ മറ്റേ ഫ്ലോ ആൻഡ് മൈൻഡ്ഫുൾനെസ് അതും നോക്കാം. ഓക്കെ, ഓക്കെ, താങ്ക് യു സോ മച്ച്. വൈൻഡ് അപ്പ് ചെയ്യല്ലേ? താങ്ക് യു. ഓക്കെ, താങ്ക്സ്. Thank you, madam. ഓക്കെ. Recording stopped.